ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் மெச்சூரிட்டி லூஸ் பண்ணிருக்காங்க. ഒരു മര്യാദയ്ക്ക് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ പറയാ ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനല്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കോ, കൂടെ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. WCCയുടെ മിഡിൽ സ്റ്റംപ് തന്നെ തെറിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പൊ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മിഡിൽ സ്റ്റംപ് തെറിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറിച്ചു. ഇനി തെറിക്കാനായിട്ട് ഇനിയും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് കുറേ കമൻറ്റുകൾ വന്നിരുന്നു ഈ റീമ കല്ലിങ്ങിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയുമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഹേമ കമ്മിറ്റിക്കകത്ത് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഈ കുൽസിത പ്രവൃത്തികൾ, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന സ്ത്രീകളോടുള്ള അപമര്യാദയായിട്ടുള്ള പെരുമാറ്റം എന്നൊക്കെ തുടങ്ങി ഒത്തിരി വുമൺ എന്നൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടെ, ഈ സിനിമാ ഫീൽഡിൽ നടക്കുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗവും. ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം ഈ പറയുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് ഇവിടെ എന്താ വേണ്ടിയത്? മോഹൻലാലിനെ മമ്മൂട്ടിയെ, ജയസൂര്യയെ സുരേഷ് ഗോപി, മുകേഷ് സിദ്ദിഖ്, അതോടൊപ്പം തന്നെ മറ്റുള്ളവർ, ഇങ്ങനെ ഇവരെയാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ പീഡിപ്പിച്ചു, പീഡന കഥകളാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഈ ട്രെൻഡിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതോടെ ഇവരുടെ TRP കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനപ്പുറം ഈ സിനിമയിൽ നടക്കുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗവും അതോടൊപ്പം തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗവും ഒക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എടുത്തു കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും കൊണ്ടുവരാനായിട്ട് ഈ മീഡിയക്കാർ മുമ്പോട്ട് വന്നിട്ടില്ല. അവരൊക്കെ ഇവരുടെ മാമാപ്പണി ചെയ്യുകയാണെന്നൊന്നും പിടുത്തം കിട്ടുന്നില്ല. എന്തായാലും ഇത് മുമ്പോട്ട് കൊണ്ടുവരുന്നില്ല. മുമ്പോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെട്ടുപോകുന്നത് ആരാണ്? ഈ WCCയിലെ ചേച്ചിമാരാണ്. WCCയുടെ കൊമ്പത്ത് നിൽക്കുന്ന ചേച്ചിമാരൊക്കെ പെട്ടുപോകും. ഒരാൾ പെട്ടു. ആരാണ്? ഈ രേവതി എന്ന് പറയുന്ന WCCയുടെ ഒരു അംഗം പെട്ടുപോയി. അതായത് ഒരു യുവാവ് വന്ന് പറഞ്ഞിരുന്നു, രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ നഗ്ന ഫോട്ടോകൾ അയച്ചു കൊടുത്തത് ഈ രേവതിക്കാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രേവതിയുടെ കാര്യം ഏതാണ്ടൊക്കെ ഒരു ഉറപ്പിലായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീമ കല്ലിങ്ങലിൻ്റെ നേർക്കാണ്. റീമ കല്ലിങ്ങലിനെ എല്ലാവർക്കും അറിയായിരിക്കും. ഈ നടിക്ക് നേരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. മറ്റൊരു ആരോപണം പോലൊന്നും അല്ല ഇത് ഡ്രഗ്സാണ്. ഡ്രഗ്സ് ഉപയോഗിച്ചു എന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇത് ചെറിയ നിസാരപ്പെട്ട ആരോപണങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതിനെതിരെ പോലീസ് അന്വേഷിക്കണം. ഇത് WCCയുടെ അംഗമാണ് എന്നുള്ള കാര്യം കൂടെ മറക്കരുത്. അപ്പോൾ ഈ ഒരു ആരോപണവുമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായികയാണ് ഈ ഒരു ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ വാർത്ത കണ്ടിട്ടുണ്ടാകും. ഈ ഗായിക പറഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്ടിൽ, അതായത് ഈ പറയുന്ന റീമ കല്ലിങ്ങലിൻ്റെ വീട്ടിൽ വെച്ച് പാർട്ടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഹൗസ് പാർട്ടികളൊക്കെ. ഈ പാർട്ടികളിലൊക്കെ വിളമ്പുന്നത് ഈ പറയുന്ന ഡ്രഗ്സാണ്. അതായത് ചോക്ലേറ്റിൻ്റെ അകത്ത് വെച്ച് കൊടുത്താണ് ഈ ഒരു ഡ്രഗ്സ് അവർ വിതരണം ചെയ്യുന്നത്. അവർ മറ്റുള്ളവർ വന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേനുള്ളൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവർ വെളിയിൽ പോകുന്ന രീതിയിലുള്ള ഡ്രഗ്സുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ആരോപണമാണ് ഈ ഗായിക സുചിത്ര മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഗായികയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇവർ തമിഴ് സിനിമയിലെ കമലഹാസനെതിരെയും തൃശ്ശയ്ക്കെതിരെയും വലിയ ആരോപണങ്ങളുമായിട്ട് മുമ്പോട്ട് വന്ന ഒരു സ്ത്രീ തന്നെയാണ് ഇവർ. കമലഹാസനാണെങ്കിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, ഇവര് ഈ പ്ലേറ്റിന്റെ അകത്താണ് ഈ ഡ്രഗ്സ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ആരോപണമൊക്കെ ഇവർ ഉന്നയിച്ചിരുന്നു. അതൊക്കെ വലിയൊരു അലിഗേഷൻ തന്നെയാണ്. ഇതിനെതിരേക്ക് അന്വേഷണം വേണം. ഈ സിനിമയില് ഈ പെണ്ണുപിടുത്തവും ഇത് മാത്രമല്ല, ഈ ഡ്രഗ്സിന്റെ ഉപയോഗം വലുതായിട്ട് കൂടിക്കൊണ്ടിരിപ്പുണ്ട്. അതുകൂടെ ചർച്ച ചെയ്യണം. അപ്പൊ റീമ കല്ലിങ്ങലിന്റെ ഈ സ്റ്റംപ് തെറിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മുമ്പും ഈ ഒരു കാര്യത്തെ തുടർന്ന് റീമ കല്ലിനെ അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ സിനിമാ ജീവിതം തന്നെ തകരാനുള്ള കാരണവും ഈ ഡ്രഗ്സിന്റെ കാര്യം തന്നെയാണ് എന്നാണ് ഇവിടെ ഈ ഗായിക സുചിത്ര പറഞ്ഞു വെക്കുന്നത്. പക്ഷെങ്കിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും നമ്മുടെ മീഡിയകളൊന്നും ചർച്ച ചെയ്യത്തില്ല. കാരണം ഏറ്റവും വലിയൊരു അലിഗേഷനാണ് ഈ ഒരു ഡ്രഗ്സിന്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സിനിമയ്ക്കകത്ത് ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട്, അത് ഈ റീമ കല്ലിങ്ങൽ ഉപയോഗിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് നേരെ ഇത്രയോ ഒരു ആരോപണം വന്നിട്ട് പോലും ഒരു മീഡിയ പോലും അതൊന്നും എടുത്ത് ചർച്ച ചെയ്യുവാനായിട്ട് പറ്റത്തില്ല.
ഈ റീമ കല്ലിങ്കലിനെ നോക്കുകയാണെങ്കിൽ റീമ കല്ലിങ്കൽ ഈ കേരളത്തിലുള്ള ഒരു മീഡിയയ്ക്കും ഈ മുഖം കൊടുക്കാതെ ഇവർ പോയിട്ട് ഇംഗ്ലീഷ് ചാനലിലും അതോടൊപ്പം തന്നെ ഹിന്ദി ചാനലിലും മറ്റ് ചാനലിലൊക്കെ പോയിരുന്നിട്ട് ഇവർ വാചമടിക്കുന്നുണ്ട്. അതാ അവിടെ നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കണം, എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പോയി സംസാരിക്കുന്നുണ്ട്. അതിന് മാത്രം അവർ പറ്റും. അല്ലാതെ ഇവർക്ക് വന്ന് ഈ കേരളത്തിലുള്ള മീഡിയയുടെ മുമ്പിൽ നിന്ന് ഒന്നും സംസാരിക്കാനായിട്ട് ഇവർ മുന്നോട്ട് വരുന്നുമില്ല. ഇതിനായിട്ട് ഈ മീഡിയ ചാനലുകാർ മുമ്പോട്ട് പോകുന്നതുമില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവർ പറഞ്ഞത്, അതായത് ഈ പറഞ്ഞ സുചിത്ര എന്താ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ. also going through a very very bad PR phase up to 2-3 years. அவங்க career அடிபட்டிருக்குன்னா அவங்க கண்டக்ட் பண்ணின பார்ட்டிஸ்னால தான் mostly. There was a lot of free usage of certain things which should never even be at a party, not even at an adult party. Kochi raid எல்லாம் விழுந்தப்போ யார் வீட்டுல விழுந்துச்சு ப்ரோ? ரீமா கல்லிங்கல் and அபு அவங்க അവർ പറയുന്ന കേട്ടില്ല, അവരുടെ ജീവിതത്തിൽ അടിപ്പെട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടികൾ കൊണ്ടാണെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ ആരുടെ വീട്ടിലാണ് റെയ്ഡ് നടന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അവർ തമിഴിലാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ അത് വീഡിയോ മുമ്പോട്ട് ഓടിച്ചു പോവുകയാണ്. boyfriend at the time like nobody is asking Rima Kallingal this question that நீங்க டிசைட் பண்ணீங்களா அந்த மாதிரி பெண்கள் முன்னேற்றத்துக்கு பண்ண போறீங்க? இந்த மாதிரி எத்தனை சினிமா இண்டஸ்ட்ரிக்கு ஃப்ரெஷ்ஷா வந்திருக்கிற சரக்கே தொடாத அபலை பெண்களை நீங்க ஃபர்ஸ்ட் சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. ആ പറഞ്ഞത് കേട്ടോ? ആ ലാസ്റ്റിൽ പറഞ്ഞ കാര്യം കേട്ടായിരുന്നോ? ആ ലാസ്റ്റിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീമ കല്ലിങ്കലിൻ്റെ വീട്ടിൽ പുതിയതായിട്ട് വന്ന പെൺകുട്ടികൾ, പുതിയതായിട്ട് വന്ന ആൺകുട്ടികൾ, അവർക്കൊക്കെ ഈ ഡ്രഗ്സ് അവർ സപ്ലൈ ചെയ്യുന്നുണ്ടെന്ന്. അത് വലിയൊരു അലിഗേഷനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അവിടെ വെച്ച് ആ പെൺകുട്ടികളുടെ വെർജിനിറ്റി വരെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു അലിഗേഷൻ അല്ലേ? ഇതൊന്നും ഈ മീഡിയക്കാർക്ക് കണ്ടുകൂടെ? എന്തുകൊണ്ട് റീമയെ ചോദ്യം ചെയ്യുന്നില്ല? ഇത്രയും ഒരു പ്രോബ്ലം, ഇത്രയും ഒരു വിഷയം ഈ ഒരു പറയുന്ന സുചിത്ര വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? നിങ്ങൾക്ക് ഇവിടെ ആണുങ്ങളെ മാത്രം മണ്ടക്കേറിയാൽ മതിയോ? ഇവിടെ എന്തുകൊണ്ട് ഇത്രയും വലിയൊരു ഡ്രഗ്സ് ഉപയോഗം ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ട് പോലും, ഇവിടെ ഈ സുചിത്ര എന്ന് പറയുന്ന ഒരു ഗായിക വന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ട് റീമയെ ചോദ്യം ചെയ്യുന്നില്ല? റീമയ്ക്ക് നേരെ നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല? റീമയെ അങ്ങ് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എന്തോ സ്ത്രീകൾക്ക് മാത്രം വേറൊരു നിയമവും പുരുഷന്മാർക്ക് വേറൊരു നിയമമാണോ? പുരുഷന്മാർ മാത്രമേ പീഡിപ്പിക്കുന്നുള്ളൂ? ഇവിടെ റീമയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ നടന്നിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതായത് അവരുടെ വെർജിനിറ്റി വരെ അവർ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ അത് കേൾപ്പിക്കാം. சரக்கு இன்ட்ரோடியூஸ் பண்ணிருக்கீங்க. நீங்க ஃபர்ஸ்ட் ட்ரக்ஸ் ரீமா வீட்டு பார்ட்டிஸ்ல எத்தனை கேர்ள்ஸ் அவங்களோட சப்ஸ்டன்ஸ் வெர்ஜினிட்டி லூஸ் பண்ணிருக்காங்க. guys also കേട്ടല്ലോ? പുതുതായിട്ട് വന്നിരിക്കുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുമായിട്ടുള്ള കുട്ടികളുടെ വെർജിനിറ്റി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് കേസ് എടുക്കേണ്ട കാര്യം തന്നെയാണ്. ഇത് കേസ് എടുക്കാനായിട്ട് ഇവിടുത്തെ പോലീസിനോ ഇത് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഇവിടുത്തെ മാധ്യമത്തിനോ ധൈര്യമില്ലേ? ഇതാണ് ചോദിക്കേണ്ടതായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സിനിമാ ഫീൽഡിൽ ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ട് എന്ന് മുമ്പ് തന്നെ ടിനി ടോം സഹിതം ബാബുരാജ് അടക്കം മുമ്പോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടാകുന്നില്ല. സിനിമയിൽ ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ട് എന്ന് ഹേമ കമ്മിറ്റിയിൽ മാത്രം പറഞ്ഞാൽ പോരാ, അതിനെതിരെ അന്വേഷണം വേണം. അതില്ലാത്തടത്തോളം കാലം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയാമല്ലോ. അതിൽ ടിനി ടോം പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഇവിടെ മാത്രമല്ല, മലയാള ഫിലിം ഇൻഡസ്ട്രി മാത്രമല്ല ഈ കാര്യം, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ഉണ്ട്. തമിഴിലെ നടന്മാർ പറയുന്ന പോലെ ഇത് കേരളത്തിലല്ലേ, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫീൽഡിൽ ഇതൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല മക്കളെ. അവിടെ ഉണ്ട് കാര്യങ്ങൾ, അതൊക്കെ പുറകാലെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ടിനി ടോം പറഞ്ഞതൊന്ന് കേട്ടു നോക്കാം. ഈ അടുത്തൊരു സിനിമാ താരം എന്നോടൊപ്പം അഭിനയിച്ചപ്പോൾ അദ്ദേഹം ലഹരിക്ക് അടിമയാണ്, അദ്ദേഹത്തിന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പല യുവജനങ്ങളും പറയും അവൻ നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ലൈറ്റ് പോലെയാണ്, അതിലേക്ക് ഇലക്ട്രിസിറ്റി കടത്തി വിടുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. പക്ഷെ അതിന്റെ ആ ഫിലമെന്റ് അടിച്ചു പോയി പിന്നെ തിരിച്ചു വിടൂല. കണ്ടല്ലോ? ടിനി ടോം പറഞ്ഞ കേട്ടോ? ആ ഒരാൾ ഇത് ലഹരി അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആ പുള്ളിയുടെ ആ പല്ല് വരെ പൊടിഞ്ഞു പോകുന്നുണ്ട് എന്നാണ് ടിനി ടോം അവിടെ പറയുന്നത്. ഇനി നമ്മൾ ഓരോരുത്തരും നോക്കിയാൽ മതി ആരുടെയാണ് പല്ല് പൊടിഞ്ഞു പോകുന്നത്. അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആരാണെന്നുള്ള കാര്യം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ബാബുരാജു ഇതുപോലെ പറഞ്ഞിരുന്നു. ബാബുരാജു ഇതേ കാര്യം തന്നെ, ഡ്രഗ്സിന്റെ ഉപയോഗം സിനിമകളിൽ ഉണ്ട് എന്ന് ബാബുരാജു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പം ബാബുരാജിന്റെ മുകളിൽ ഈ ഒരു പീഡന ആരോപണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഈ പുള്ളി പറയുന്ന ഈ കാര്യത്തിൽ പ്രശസ്തി ഉണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ബാബുരാജ് പറയുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കാം. ഒരു മര്യാദയ്ക്ക് ഒരു സെർച്ച് നടത്തി കഴിഞ്ഞാൽ പറയാ ആൾക്കാരും സിനിമയിൽ അഭിനയിക്കുന്നതും അങ്ങനെയല്ല, അതിൻ്റെ പുറത്തൊക്കെ ഉള്ള പല ആൾക്കാരും കൊടുക്കുന്നുള്ള കാര്യം ഡെഫിനറ്റ് ആണ്. ഞാൻ ഈ സംഭവം
വളരെ രൂക്ഷമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ആൾക്കാരെ. സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ സിനിമ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപയോഗിക്കാത്തവന് ഒന്നിനും കൊള്ളില്ല എന്നുള്ളതാണ്. ചില സിനിമകളിൽ അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ മാത്രം സംഘടനകളുമുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ മാത്രം കൂടി ചേർന്നുള്ള സംബന്ധം വളരെ നിർത്തേണ്ട സമയമായി. എത്രയോ ഷൂട്ടിംഗ് സെറ്റ്, ഞാൻ പേര് പറയുന്നില്ല, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ കാലത്തെ 8 മണി വരെ വെയിറ്റ് ചെയ്യുക. 10 മണിയായി, 11 മണി, 12 മണി കഴിയുമ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇന്ന് ചേട്ടൻ്റെ ഇല്ല. അത് വെച്ചാൽ എന്ത് പറ്റി? ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ നോക്കുമ്പോൾ അതിനകത്ത് ആ നടൻ അന്ന് വരില്ല എന്ന് പറഞ്ഞു. പുള്ളി ഫോൺ എടുത്ത് 11 മണിക്കാ, അയാൾ അന്ന് വരില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അടിച്ച് കിക്കായി കിടക്കുവാണ്. അപ്പോൾ ഫോൺ പോലും എടുക്കാതെ ഇരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ മറ്റേ സാധനമുണ്ട്, ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി പറഞ്ഞതുപോലെ തന്നെ ഡ്രഗ്സും ആൽക്കഹോളിൻ്റെയും ഉപയോഗം. അപ്പോൾ ഇതും കൂടെ ചർച്ച ചെയ്യണം എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗമൊന്നും ഇല്ല എന്നും ഈ ഒരു പറയുന്ന ഈ സുചിത്ര എന്ന് പറയുന്ന ഒരാൾ മുമ്പോട്ട് വന്ന് പറഞ്ഞപ്പോഴും, ഈ ടിനി ടോം എന്ന് പറയുന്ന ആൾ മുമ്പോട്ട് വന്ന് പറഞ്ഞപ്പോഴും, ഈ ബാബുരാജ് വന്ന് പറഞ്ഞപ്പോഴും ഒക്കെ മീഡിയയിലൂടെ കേട്ടു അങ്ങ് തള്ളിക്കളഞ്ഞു. ഓക്കെ, അതിനെതിരെ ഒന്നും നടപടിയും ഇല്ല, ഒരു കാര്യം ആർക്കും പറയാനും ഇല്ല. ഇപ്പോൾ ഈ പീഡനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടന്മാർക്കെതിരെ ഈ ഒരു കാര്യം വന്നപ്പോൾ ഇതിനെ എടുത്തങ്ങ് ചർച്ച ചെയ്ത് റേറ്റിംഗ് കൂട്ടി തകർത്ത് തരിപ്പണമാക്കാനായിട്ട് ഈ മീഡിയക്കാരെ കൊണ്ട് പറ്റി. എന്നാൽ ഇവിടെ റീമ കല്ലിങ്കലിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തിനെതിരെ നിങ്ങളൊരു വീഡിയോ ചെയ്യൂ, നിങ്ങൾ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരൂ, അത് ചെയ്യൂ ആദ്യം. അല്ലാതെ റീമ കല്ലിങ്കലിനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും, വെളിയിലൊക്കെ പോയിരുന്ന ചാനലുകളിൽ പോയിട്ട് നിങ്ങൾ പ്രതികരിക്കൂ, നിങ്ങൾ അവിടെ നടന്മാർക്കെതിരെ പ്രതികരിക്കൂ, നിങ്ങൾ ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഭാഷകളിലുള്ള ചാനലിൽ കയറി ഇരുന്ന് ഘോരഘോരം സംസാരിക്കുന്നത് പോലെ അല്ല റീമ. ഇവിടെ വന്നിട്ട് മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി കൊടുക്കൂ. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കൂ. കാരണം ഇത്ര വലിയൊരു അലിഗേഷനാണ് നിങ്ങൾക്ക് നേരെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.